ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കരുണ നിറഞ്ഞ ദൈവമേ, കാരുണ്യവാനേ, സ്വർഗപിതാവേ, യേശുവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, ഹല്ലേലൂയ, മഹോന്നതത്തിൽ വസിക്കുന്ന മഹാദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ നടത്തി കർത്താവ്, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ സൂക്ഷിച്ച്, ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങളെ നടത്തി കർത്താവേ, ഒരാഴ്ച മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ച് സകല ബാധകളിൽ നിന്നും വ്യാധികളിൽ ഞങ്ങളെ വിടുവിച്ച് വീണ്ടും കർത്താവെ, ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിനെ ആരാധിപ്പാൻ, വീണ്ടും ദൈവത്തെ പാടുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെയും ദൈവത്തിന്റെ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പ ഞങ്ങളോട് കൂടെ ഇരിക്കണം, വചന ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണം. ദൈവമേ സ്തോത്രം, ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങളെ ദൈവം ദാനമായി പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മളെ ദൈവം സൂക്ഷിച്ചു. വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നല്ലൊരു ആരാധന ദൈവം തന്നതിനായി സ്തോത്രം. നല്ല സങ്കീർത്തനങ്ങളെ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് സ്തോത്രം. ഹല്ലേലൂയ. സഭ ഒരുമിച്ചല്ലാതെ കുടുംബമായി സ്തോത്രം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ട് എന്നരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ നമ്മൾ വിശ്വസിക്കുന്നു. 2-3 പേർ ഒരുമിച്ച് കൂടി വരുന്നിടത്തേക്ക് ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് സഭാവിശ്വാസികളും ഒത്ത് ഒരുമിച്ച് ആരാധിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാ ആഴ്ചകളിലും നമ്മുടെ ഭവനത്തിലിരുന്ന ദൈവത്തെ സ്തുതിപ്പാൻ, അനേക ദൈവമക്കൾ ഭവനത്തിലിരുന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം സ്തോത്രം എല്ലാവരെയും സ്തോത്രം അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വചനത്തിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 43-44 വാക്യങ്ങൾ സ്തോത്രം ചെയ്തു. വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 43-44 വാക്യം. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. സ്തോത്രം ചെയ്തു. വ്യക്തമായി അവിടെ പറഞ്ഞു, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം ചെയ്തു. വ്യക്തമായി യേശു ക്രിസ്തു എപ്പോൾ വരുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. സ്തോത്രം ചെയ്തു. പിതാവായ ദൈവത്തിനല്ലാതെ കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ വാഗ്ദത്വമായി രണ്ടാം വരവ് ഭൂമിയിലേക്ക് എപ്പോൾ കടന്നു വരുമെന്ന് ആർക്കും അറിയത്തില്ല. അത് യേശു ക്രിസ്തു ഒരു ഉപമയാൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? കള്ളൻ വരുന്ന യാമം ഇന്നത് എന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. സ്വത്രം. നമ്മൾ ലോകത്തിലേക്കും തിരിഞ്ഞു നോക്കിയാട്ടെ. സ്വത്രം. ഇന്ന് സ്വത്രം ലോകത്ത് കള്ളന്മാരുണ്ട്. അവർ മോഷ്ടിക്കാൻ വരുന്നു. നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ ധനം അല്ലെങ്കിൽ അവന് ഭവനത്തിലുള്ളത് കവരുവാൻ അവൻ വരുമ്പോൾ ശരിക്കും നമ്മൾ ആരും അറിയാതെയാണ് അവൻ വരുന്നത്. സ്വത്രത്തിൽ അതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ രണ്ടാം വരവ് എങ്ങനെയാണെന്ന് ലോകത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവനൊരു ഉപമയിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്. സ്വത്രം ചെയ്തു.
ഒരിക്കലും കള്ളൻ മോഷ്ടിക്കാൻ വരുന്ന നമ്മൾ ആരും അറിയത്തില്ല. അങ്ങനെ നമ്മൾ അറിഞ്ഞാണെങ്കിൽ ദൈവം നമ്മളതിനെ ഒരുങ്ങിയിരിക്കും. സ്വതന്ത്രം ചെയ്തു. കാരണം ഹല്ലേലൂയ, ഇന്ന സമയത്ത് കള്ളൻ വരുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അത് സ്വതന്ത്രം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കള്ളൻ വരുന്നത് ആരും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്വതന്ത്രം അവൻ വന്ന് ദൈവം അത് മോഷ്ടിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അതിന് അനുബന്ധിച്ച് പറയുന്നു യേശു ക്രിസ്തു അത് വിശ്വാസത്താൽ പറയുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു എപ്പോൾ അവന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എപ്പോൾ വരുമെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് സ്വതന്ത്രം ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തും. കാരണം ഇത് അന്ത്യകാലമാകയാൽ ഒരുങ്ങിയിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇതിനിടയിലും സ്വതന്ത്രം ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ പലതും കേൾക്കും. സ്വതന്ത്രം അതിന്റെ തന്നെ സ്വതന്ത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തിന്റെ 3-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു. യേശു പറയാണ്, യേശു അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തു എന്നും പറഞ്ഞു. നോക്കിയേ, ദൈവത്തിന്റെ സ്വത്രം ഇവിടെ എന്താണ് പറഞ്ഞത്? സ്വത്രം ഇവിടെ എന്താണ് പറഞ്ഞത്? കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. സ്വതന്ത്രം ദൈവം പറഞ്ഞാണ്, കർത്താവ് പറഞ്ഞാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാരോട് പറയുകയാണ്, എന്നെ കേൾക്കുന്ന വിശുദ്ധ ജനമേ, സ്വതന്ത്രം ഓരോ ദിവസവും നിനക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഈ ജഡത്തിൽ പല ചിന്തകൾ, പല വിചാരങ്ങളാൽ, പല പ്രവൃത്തികളാൽ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതൊക്കെയും നിരന്തരം ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് നിരന്തരം അല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് ഒരുങ്ങിയിരിക്കണം. സ്വതന്ത്രം ചെയ്യുന്നു. വിശുദ്ധിയോട് ഒരുങ്ങിയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. കാരണം കർത്താവ് വരുവേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ഇത് അന്ത്യകാലമാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ലോകത്ത് കാണുന്നത്. സ്വതന്ത്രം ചെയ്തു. അപ്പോൾ വ്യക്തമായി ഇവിടെ പറയുന്നു, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അത് വ്യക്തമായി പകൽ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വചനമാണ്. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞാൻ എന്തോ സംസാരിക്കും, എന്ത് ഞാൻ ഘോഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എനിക്ക് വ്യക്തമായി വെളിപ്പെടുത്തുന്ന വചനമാണ് ഈ വചനം. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുമായിരുന്നു. സ്വതന്ത്രം തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, സ്വതന്ത്രം ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്നവരെ, അല്ല, നീ ഒരുങ്ങുവാൻ നിനക്ക് തന്ന അവസരമാണിത്. സ്വതന്ത്രം ഓരോ വിശുദ്ധന്മാർക്കും ഹല്ലേലൂയ ഒരുങ്ങുവാനുള്ള അവസരം. നിന്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ, ഉപവസിക്കുവാനൊക്കെയും ഇഷ്ടം പോലെ സമയം തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാം നിനക്ക് തന്ന് ഉണ്ണാനും ഉടുപ്പാനും ഒക്കെ ദൈവം തന്ന് സ്വതന്ത്രം യഥാർത്ഥ ദൈവമക്കളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈവം വീക്ഷിക്കുകയാണ്. സ്വതന്ത്രം ചെയ്യുന്നു. ഈ സമയത്ത് യഥാർത്ഥമായി അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമക്കളും യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥമായി സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ കർത്താവ് വീക്ഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ അനേകർ സ്വതന്ത്രം ദൈവം തെരഞ്ഞെടുത്തവർ വേല ചെയ്യാതിരുന്നു. സ്വതന്ത്രം കിട്ടിയ അവസരത്തിൽ ഒന്നും വേല ചെയ്യാതെ സ്വതന്ത്രം അല്ലെങ്കിൽ അവർ അലസന്മാരായി ജീവിച്ചതെല്ലാം ദൈവം കണ്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദൈവം എല്ലാവരെയും അടിച്ച് അകത്തിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നീ ഇങ്ങനെ അകത്തിരിക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന് ദൈവം വ്യക്തമായി വീക്ഷിക്കുന്നു. വീണുപോകാതെ ഹല്ലേലൂയ, ലോകത്തിന്റെ ഭക്ഷണത്താലും അതിന്റെ ഇമ്പങ്ങളാലും സ്വതന്ത്രം ഹല്ലേലൂയ, നിന്റെ ലോകപരമായ സ്വതന്ത്രം വീക്ഷണങ്ങളാലൊക്കെ വീണുപോകാതെ സ്വതന്ത്രം ഇപ്പോൾ പ്രാർത്ഥനയാലും ദൈവവചന ചിന്തയാലും ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ ചിന്തയാലും അതിന്റെ വായനയാലും ഉപവാസത്താലും
മുഴുകിയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നെ കേൾക്കുന്നവരെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവൻ എപ്പോൾ വരും ആർക്കും അറിയത്തില്ല. പക്ഷേ അതിന്റെ ആരവങ്ങൾ, ലോകത്ത് കാണുന്ന അടയാളങ്ങളൊക്കെയും വേദപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് വ്യക്തമായി ആ അധ്യായത്തിൽ തന്നെ സ്വത്രം ഇതിന്റെ ചോദ്യം ഇതിങ്ങനെ പറയാൻ കാരണം എന്താണ്? സ്വത്രം അത് വ്യക്തമായി അതിന്റെ അധ്യായത്തിൽ, അതേ അധ്യായത്തിൽ 24-ാം അധ്യായത്തിന്റെ സ്വത്രം ചെയ്യുന്നു 3-ാം വാക്യം മുതൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ, യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. നോക്കിക്കേ, തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഇത് എപ്പോൾ സംഭവിക്കും എന്ന നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞ് തരണം എന്ന് അപേക്ഷിച്ചു. കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നിട്ട് ഇത് എപ്പോൾ സംഭവിക്കും, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ സ്വത്രം നിനക്കാത്ത മനുഷ്യപുത്രന്റെ വരുന്നത് അതെപ്പോൾ സംഭവിക്കും, സ്വതന്ത്രം ചെയ്തു, ഇതെപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ആരോട് ചോദിച്ചു? യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. അടയാളം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവ് എടുത്ത വായിലെ പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഈ രണ്ടാം വരവ് സ്വതന്ത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ എപ്പോൾ സംഭവിക്കും, അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും? കർത്താവിന്റെ രണ്ടാം വരവിന് ശേഷമാണല്ലോ ലോകത്തിന്റെ അവസാനം. സ്വതന്ത്രം ചെയ്തു, ഹല്ലേലൂയ, ദൈവത്തിന് സ്വതന്ത്രം, ഹല്ലേലൂയ. അപ്പോൾ അത് എപ്പോൾ സംഭവിക്കുമെന്ന് അതിന്റെ അടയാളം പറഞ്ഞു തരണമെന്ന് സ്വതന്ത്രം ചെയ്തു. കാരണം അവർക്കിപ്പോൾ വിഷയമാണ് സ്വതന്ത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന് യേശുക്രിസ്തു സകലതും അവരെ കാണിച്ചു കൊടുത്തിട്ടും സ്വതന്ത്രം ചെയ്യുന്നു. സകല അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടും അവൻ പറഞ്ഞ വചനങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടും ഇപ്പോഴും അവർക്ക് സംശയമാണ്. സ്വതന്ത്രം ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രത്യാശയില്ലാത്ത സ്വതന്ത്രം ചെയ്യുന്നു അനേകർക്ക് ഇന്നും സംശയമാണ്. കർത്താവ് വരുമോ, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ നടക്കുമോ എന്ന് വ്യക്തമായി ഇന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിൽ പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തി ജീവിതങ്ങൾ പോലും അങ്ങനെ ചിന്തിക്കത്തില്ല. അവനെപ്പോഴും പ്രത്യാശയോട് ഹല്ലേലൂയ, സ്വതന്ത്രം, ഹല്ലേലൂയ, എണ്ണ തീർന്നു വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൈവിടാതെ ഹല്ലേലൂയ അവൻ കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും ഹല്ലേലൂയ, യഥാർത്ഥ വെളിച്ചം ലഭിച്ചവൻ അറിയാം ഏത് സമയത്ത് കർത്താവ് വന്നാലും ഞാൻ എടുക്കപ്പെടണം. അങ്ങനെയാണ് യഥാർത്ഥ ഭക്തൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. അവൻ സകല പാപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി, സകല ലോകപരമായ എല്ലാ ചിന്തകളിൽ നിന്നും വ്യവസ്ഥിതികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവന്റെ സ്വന്തം ജീവിതം എപ്പോഴും പ്രാർത്ഥനാ ജീവിതം, എപ്പോഴും കർത്താവിനെ കുറിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ടുള്ള ജീവിതം, സുവിശേഷം പറഞ്ഞുകൊണ്ടുള്ള ജീവിതം, ഉപവാസത്തോടു കൂടെയുള്ള ജീവിതം, ഇതൊക്കെ ആയിരിക്കും ഒരു യഥാർത്ഥ ഭക്തന്റെ ജീവിതം. കാരണം അവൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയാണ് സ്വന്തം. അപ്പോൾ ഈ സംശയിച്ചപ്പോ യേശുക്രിസ്തു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വതന്ത്രം ചെയ്തു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. സ്വതന്ത്രം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്വതന്ത്രം ചെയ്തു, ഹല്ലേലൂയ, സ്വതന്ത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്തെയും അനേകർ സ്വതന്ത്രം, നിങ്ങൾ തെറ്റിപ്പോകരുത്. സ്വതന്ത്രം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ സ്വതന്ത്രം എന്താണ് അടയാളങ്ങൾ പറയാണ്? കർത്താവ് പറയാണ്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. സ്വതന്ത്രം, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അല്ലേ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. സ്വതന്ത്രം എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. സ്വതന്ത്രം ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്ത് കാണുന്നതൊക്കെയും സംഭവിക്കേണ്ടതാണ്. രാജ്യങ്ങളുടെ എതിർക്കും, യുദ്ധം നടക്കും, ഇതെല്ലാം പ്രശ്നങ്ങൾ നടക്കും, രോഗങ്ങൾ വരും, ബാധകൾ വരും, സകലതും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കർത്താവ് പറഞ്ഞു, അതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. സ്വതന്ത്രം അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. സ്വതന്ത്രം ഇതെല്ലാം എന്ന് വെച്ചാൽ യഥാർത്ഥ ദൈവമക്കൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. കർത്താവിന്റെ രണ്ടാം വരവ് അവൻ വന്ന് നമ്മളെ ചേർക്കുന്നിടം വരെയും
ഹല്ലേലൂയ, യഥാർത്ഥ ദൈവമക്കൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുകയാണ്. സ്വത്രം ദൂതന്മാരാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ദൈവം. സ്വത്രം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചങ്ങ് ഇരുന്നാ മതി. നിങ്ങൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഹല്ലേലൂയ വചന ചിന്തകളോട് നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങളൊന്നും ഭയപ്പെടണം. നിങ്ങൾ പലതും കേൾക്കും. നിങ്ങളുടെ മുമ്പിൽ പലതും കാണും. യുദ്ധങ്ങൾ കാണും, ക്ഷാമങ്ങൾ കാണും, ഭൂകമ്പങ്ങൾ കാണും, ബാധകൾ കാണും, രോഗങ്ങൾ കാണും, സകലതും അല്ലെ നിങ്ങൾ പ്രയാസം അനുഭവിക്കും, കഷ്ടത അനുഭവിക്കും. എന്നാലും നിങ്ങൾ സൂക്ഷിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും വചനജ്ഞാനത്തോടൊക്കെ നിങ്ങൾ ഇരുന്നാ മതി. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്വത്രം ഹല്ലേലൂയ, ദൈവത്തിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ഇതൊക്കെ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഇങ്ങനെയുള്ള സംഭവിക്കുന്നതൊന്നും ലോകത്തിന്റെ അവസാനമായി നിങ്ങൾ കണക്ക് കൂട്ടണ്ട. സ്വത്രം ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിൽ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. സ്വത്രം ചെയ്തു. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? അതാണ് പറഞ്ഞത്. ദൈവമക്കൾ എല്ലാവരും ഒരുങ്ങുവാനുള്ള സമയമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ദൈവം ഇത്രയും സമയം നമുക്ക് തന്ന ഒരു ജോലിയില്ല, ഒരു വേലയില്ല. സ്വത്രം ചെയ്യുന്നു. എല്ലാം തന്ന് ദൈവമക്കളെ എല്ലാം തന്ന് അകത്തിരുത്തിരിക്കുന്നതിന്റെ കാരണം നീ സ്വത്രം ഒരുങ്ങുവാനാണ്. സ്വത്രം ചെയ്യുന്നു. നീ ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട. സ്വത്രം ചെയ്യുന്നു. അല്ലേ ജാതി ജാതിയോട് അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? യുദ്ധങ്ങളുണ്ടാകും. സ്വത്രം രാജ്യം രാജ്യങ്ങളോട് എതിർക്കും. പിന്നെന്താണ്? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിൽ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. സ്വത്രം ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വത്രം മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ പ്രസവിക്കുന്നതിന് മുമ്പ് അതിന് ഈറ്റുനോവ് ഉണ്ടാകും. അപ്പൊ എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? എന്താണ്? സ്വത്രം ആ ഈറ്റുനോവ് ഉണ്ടാകുന്ന സമയത്ത് മനസ്സിലാക്കണം. സ്വത്രം പ്രസവിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ സ്വത്രം അത് ഈ ലോകത്തിലേക്ക് വരുവാൻ സമയമായെന്ന് ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീ അല്ലില്ല, അത് അതിന്റെ ഒരു മുന്നേ ഉള്ള അറിയിപ്പാണ് ഒരു ഈറ്റുനോവ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഉപമ പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. സ്വത്രം യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാവും, ഭൂകമ്പങ്ങളുണ്ടാവും, പല പല ബാധകളുണ്ടാവും, വലിയ വിഷയങ്ങൾ. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും. സ്വത്രം ചെയ്യുന്നു. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. വളരെ വ്യക്തമാണ്. സ്വത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ്? വലിയ ബാധ വന്നിട്ട് സകല മനുഷ്യരും പേടിച്ചു വിറച്ച് സ്വത്രം അനേകർ ഈ ലോകത്തുനിന്ന് അല്ലെങ്കിൽ മാറ്റപ്പെട്ട് മരിച്ചുപോയി കൊണ്ടിരിക്കുന്നു. സ്വത്രം ഈ ബാധ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ ലോകത്തെ മനുഷ്യന് മനസ്സിലായിട്ടില്ല. അവൻ ദൈവസന്നിധിയിൽ ഇതുവരെ മുഴങ്കാൽ മടക്കിയിട്ടില്ല. അങ്ങനൊരു വാക്ക് പോലും ഒരു നേതാക്കന്മാരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. സ്വത്രം ചെയ്യുന്ന അവരിപ്പോഴും ലോകപരമായി എങ്ങനെ ഇതിനെ നേരിടാമെന്ന് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നീ വിളിച്ചു പറ. സകല നേതാക്കന്മാരുമേ, പ്രസിഡന്റുമാര്, പ്രധാനമന്ത്രിമാരെ വിളിച്ചു പറ. സ്വത്രം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ ബാധ ദൈവം നീക്കിക്കളയുമെന്ന് ഇന്നുവരെയും ഒരു നേതാവ് പോലും വിളിച്ചു പറഞ്ഞതായി നമ്മൾ കേട്ടില്ല. സ്വത്രം ചെയ്യുന്നില്ലേ? അതുകൊണ്ട് വ്യക്തമായി കർത്താവ് ദൈവമക്കൾ ഭയപ്പെടേണ്ട. ദൈവമക്കളെ ആരെയും ഈ ബാധ തൊടുകയില്ല. അത് വ്യക്തമാണ്. ദൈവമക്കളെ ഈ ബാധ തൊടുകയില്ല. സ്വത്രം സകല ജനവും ഒരുപാട് ജനം മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണിത്. അത് ലോകമേ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ അനേകരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആ ദൈവത്തിന് ആവശ്യമുള്ളവരെയൊക്കെ വിളിച്ചു വേർതിരിക്കുവാൻ ദൈവം അയച്ചൊരു ബാധയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. ദൈവം അയച്ചൊരു ബാധയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ നാനാഭാഗത്തും ഇത് വന്നത്. ഒരു സ്ഥലം പോലും ഇല്ലാതെ സകല സ്ഥലത്തും ഒരുപോലെ ഇത് മനുഷ്യന് വരുവാൻ കാരണം ഇത് ദൈവം അയച്ച ബാധയാണ്. അതിൽ മനുഷ്യൻ അയച്ചതല്ല, ദൈവം അയച്ച ബാധയാണ്. അത് വ്യക്തമായവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. സ്വത്രം അല്ലെ സകലതും ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ദൈവമക്കളെ, നമുക്ക് വിഷയങ്ങൾ വരാൻ പോകുന്നു. അവസാന കാലമാകും തോറും നമ്മളിത് വിളിച്ചു പറയുന്നവരെയൊക്കെ ഹല്ലേലൂയ ഈ ലോകജനം
നമ്മളെ ഉപദ്രവിക്കും, നമ്മൾ കുറെ കൊന്നുകളയും. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കുമെന്ന് നോക്കിക്കേ. ശരിയല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ മതി, എല്ലാവർക്കും പ്രശ്നമാണ്. ആ പറയുന്നവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും കൊന്നുകൊണ്ടേയിരിക്കുന്നു, ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ത് വ്യക്തമാണെന്ന് നോക്കിയേ. വചനം എന്ത് കറക്റ്റ് ആണെന്ന് നോക്കിയേ. വചനം എന്ത് കറക്റ്റ് ആണെന്ന് നോക്കിയേ. വചനത്തിനകത്ത് വള്ളി പുള്ളി മാറത്തില്ല എന്ന് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. നോക്കിയേ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ലോകത്ത് സംഭവിക്കുകയുള്ളൂ. ലോകത്തിന്റെ ഉത്ഭവം മുതൽ ലോകത്തിന്റെ അവസാനം വരെ എങ്ങനെയായി തീരുമെന്നും ഈ ലോകത്തിലുള്ള സകലതും ഉണ്ടായതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഇത് സത്യപുസ്തകമാണ്. അതാണ് സാത്താന്റെ ആചാരക്കാരന്മാര് സ്വന്തം ചെയ്ത് ഈ പുസ്തകത്തെ ചവിട്ടിക്കേറാൻ കാരണം. യേശുക്രിസ്തുവിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് പിശാച്. അതുകൊണ്ടാണ് സാത്താന്റെ ആരാധനക്കാർ ഈ പുസ്തകത്തെ, വിശുദ്ധ വേദപുസ്തകത്തെ ചവിട്ടിക്കയറുന്നത്. വേറൊരു പുസ്തകത്തിൽ അവൻ ചവിട്ടത്തില്ല. സ്വന്തം കാരണം സാത്താന്റെ ആരാധന എന്ന് പറയുന്നത് ലോകത്തെ സകല ജാതികൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ അവന് വിരോധം യേശുക്രിസ്തുവിനോടാണ്. സ്വന്തം വേറൊരു പുസ്തകം ലോകത്തില് ഒരു പ്രമാണവും വെച്ചിട്ട് അവർ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ സാത്താൻ എതിർക്കുന്നത് വിശുദ്ധ വേദപുസ്തക യാത്രയാണ്. ഇതൊന്നും കണ്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട. സ്വന്തം അപ്പോൾ എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭോത്രേ. അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. സ്വന്തം ഈ വിശ്വാസ ഗോളത്തിൽ നിൽക്കുന്നവർ തന്നെ സ്വന്തം എന്തോയും അവസാനം വിശ്വാസം കൈവിട്ട്, കാരണം ഈ പീഡകളും ഈ ക്ഷാമങ്ങളും രോഗങ്ങളും ഒക്കെ സഹിക്കാൻ വയ്യാതെ വന്നിട്ട് എന്തോയും പലരും പലരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലക്കേൽപ്പിച്ചു കൊടുക്കും. സ്വന്തം ചെയ്തു. കാരണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഉള്ളിലില്ലാത്തവർ പതറിപ്പോകും. സ്വന്തം ചെയ്തു. അവർ വീണ് പോകും. കാരണം അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ വരും. എങ്ങനെ ആക്രമണങ്ങൾ വരാൻ പോകുന്നത്? യേശു ക്രിസ്തുവിനെ നീ തള്ളിപ്പറഞ്ഞാൽ സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന് പറയുന്ന രീതികളൊക്കെ വരാൻ പോവാ. സ്വതന്ത്രം നീ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറ. സ്വതന്ത്രം ഞാൻ ഇനി യേശുവിനെ വിശ്വസിക്കത്തില്ല എന്ന് സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പറയാൻ അവന് പറയും. സ്വതന്ത്രം അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് വലിയ പ്രശ്നമാണ്. നീ യേശു ക്രിസ്തുവിനെ തള്ളി പറയാൻ പറയും. പക്ഷെ യഥാർത്ഥ മക്കൾ ഈ ലോകത്ത് അവൻ തല വെട്ടിക്കളഞ്ഞാലും അവൻ എന്ത് ഉപദ്രവമേറ്റാലും ഒരിക്കലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവ മക്കൾ സ്വതന്ത്രം ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയുകയില്ല. കാരണം അതിൽ അവർക്കറിയാം, യഥാർത്ഥ മക്കൾക്കറിയാം, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരല്ല, ഞങ്ങൾ വരുവാനിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ. അതാണ് വേദപുസ്തകത്തിൽ എഴുതിയത്, ഞങ്ങളുടെ പൗരത്വമോ അല്ലെങ്കിൽ ലോകത്തിലല്ല സ്വർഗരാജ്യത്തിലാണെന്ന്. സ്വതന്ത്രം സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന മക്കളാരും ഇനി എന്തെല്ലാം ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയത്തില്ല. കാരണം ഇനി അങ്ങനെ വരാൻ പോകണം. സ്വതന്ത്രം ചെയ്യുന്നു. എന്താണ്? യേശുവിനെ തള്ളിപ്പറയാൻ പറയും. അപ്പോ അല്ലെങ്കിൽ തലവെട്ടും അല്ലെങ്കിൽ കാൽവെട്ടും കൈവെട്ടും എന്നൊക്കെ പറയുമ്പോ അനേക ഭീരുക്കൾ ഉണ്ടാകും. സ്വതന്ത്രം അവരൊക്കെ എന്തരെയും അവരൊറ്റുകാരായി തീരും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സ്വതന്ത്രം എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് തന്നെ സ്വതന്ത്രം അല്ലെങ്കിൽ തെറ്റിപ്പോയവരും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കാത്തവരും സ്വതന്ത്രം ചെയ്ത് വിശ്വാസത്തിൽ പൂർത്തീകരിക്കാത്തവരൊക്കെയും ചെയ്യും. അവര് അന്യോന്യം ദ്വയും സ്വതന്ത്രം അല്ലെങ്കിൽ എന്റെ നാമം സകലജാതികൾ നിങ്ങളെ പകയ്ക്കുകയും പലരും ഇടറിപ്പോവും. സ്വതന്ത്രം ലോകത്തിലെ വിഷയങ്ങൾ കണ്ട് അല്ലെങ്കിൽ അക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ, പട്ടിണി സഹിക്കാൻ വയ്യാതെ, പ്രയാസങ്ങൾ സഹിക്കാൻ വയ്യാതെ അവർ ഇടറിപ്പോവും. അങ്ങനെ ഇടറിപ്പോകുന്നവർ എന്തോയും അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. സ്വതന്ത്രം അപ്പൊ പറയും ഞങ്ങളല്ല, അല്ലെങ്കിൽ പലരും പറയും ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളൊന്നും ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇല്ല ബ്രദറാണേ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണേ, ഞങ്ങൾ ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ സ്വതന്ത്രം വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്ന സമയം. കാരണം അതാരാണ്? ഭീരുക്കളും അറയ്ക്കപ്പെട്ടവരുമാണ് അത് ചെയ്യുന്ന. സ്വതന്ത്രം ചെയ്തു. യഥാർത്ഥമായ അഭിഷേകം ലഭിക്കുന്നവർ അത് ചെയ്യത്തില്ല. അപ്പൊ അന്ത്യകാലത്ത് ഇതൊക്കെ സംഭവിക്കുന്ന നമുക്ക് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങൾ ഭീരുക്കളായി പോകരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ സൂക്ഷിച്ച് നിന്നോണം. സ്വതന്ത്രം നിങ്ങൾക്ക് ഞാൻ ഒരു ഭവനം ഒരുക്കിയിരിക്കുന്നു, അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങളാരും ഈ പ്രശ്നങ്ങൾ വന്നാലൊന്നും പതറിപ്പോകരുതെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. സ്വതന്ത്രം ചെയ്തു. അന്യോന്യം കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. സ്വതന്ത്രം നോക്കിക്കേ, യേശുക്രിസ്തു പറഞ്ഞു ഈ സമയത്ത് എന്തോയും
അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. സ്വത്രം ഒരുപാടുണ്ട്. സ്വത്രം ചെയ്തു നോക്കിക്കേ. ഹല്ലേലൂയ. എന്നിട്ട് അവനെന്തോ ചെയ്യുന്നത് അറിയാമോ? ലോകത്തിലെ കാറ് കിട്ടും, വസ്തു കിട്ടും, അമേരിക്കയിൽ പോവും, ലണ്ടനിൽ പോവും. സ്വതന്ത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഒരുപാട് അനുഗ്രഹങ്ങൾ തരും ഈ വർഷം. അല്ലെങ്കിൽ ഒരുപാട് പ്രവാചകന്മാര് ഈ വർഷം പ്രവചിച്ചു 2020 ഒരുപാട് അനുഗ്രഹത്തിന്റെ വർഷമാണെന്നും സ്വതന്ത്രം ചെയ്യുന്ന ഹല്ലേലൂയ. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുമെന്നും ഇന്നുവരെയും പ്രയാസപ്പെട്ടിരുന്നവരെ വലിയ സമ്പത്തിൽ ഉയർത്താൻ പോവുകയാണ്. 2020 വലിയ ക്ഷേമത്തിന്റെ വർഷമാണ്, മറ്റേതാണ് മാങ്ങാത്തൊലിയാണ്. സ്വതന്ത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ എഴുന്നേറ്റ്. ഇവിടെ നോക്കിക്കേ, യേശു ക്രിസ്തു പറഞ്ഞു അല്ലെങ്കിൽ അന്ത്യകാലത്ത് ഹല്ലേലൂയ അനേകരെ തെറ്റിക്കാൻ സ്വതന്ത്രം ചെയ്യുന്ന കള്ളപ്രവാചകന്മാർ വരും. സ്വതന്ത്രം ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ നാമമെടുത്ത് ധരിച്ചുകൊണ്ട് അനേക കള്ളപ്രവാചകന്മാർ സ്വതന്ത്രം ലോകത്ത് എഴുന്നേൽക്കുമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് ലോകത്തിന്റെ അനുഗ്രഹം പറയുന്നവന്മാർ എഴുന്നേറ്റെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും അതിശയോക്തി വിചാരിക്കേണ്ടതാ. വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകുക തന്നെ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരുന്നവരെയും വചനത്തിൽ എഴുതിയിരിക്കുന്നത് സകലതും നിവർത്തിയാകും. അതുകൊണ്ട് വ്യക്തമായി പറയട്ടെ, ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യഥാർത്ഥ പ്രവചനം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ അവന്റെ പാപത്തെ അല്ലെങ്കിൽ പുറത്തു കാട്ടി ഒരു യഥാർത്ഥ പ്രവാചകൻ നിന്റെ അടുത്ത് വന്നാൽ നിന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നിന്റെ ഉള്ളിലിരിക്കുന്ന പാപ ചിന്തകളെയും പാപ പ്രവൃത്തികളെയും അവൻ പുറത്തു കാട്ടിക്കൊണ്ടുവന്ന് അത് വ്യക്തമായി അവനോട് പറഞ്ഞ് അല്ലെങ്കിൽ അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥമായ പ്രവചനം. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാരണം കുറിച്ച് വ്യക്തമായി ാണ് പ്രവാചകൻ. പാപത്തെ പുറത്തു കൊണ്ടുവരുന്നവനാണ് പ്രവാചകൻ. അവനാണ് യഥാർത്ഥ. അല്ലാതെ ലോകത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ അവന്മാര് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യരെ, ദൈവമക്കളെ, നിങ്ങളെ തെറ്റിക്കാൻ ഇറങ്ങുമെന്ന് യേശു ക്രിസ്തു അവൻ ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞതാണ്. അന്ത്യകാല സമയത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് നിങ്ങളെ തെറ്റിക്കും. കാരണം ലോകമോഹത്തിന്റെ അല്ലെങ്കിൽ ആ ഇടയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ലോകമോഹത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന പരിപാടിയാ. കാരണം എന്താണ്? അങ്ങ് തഴച്ചു വളരും. 2020 അങ്ങ് തഴയ്ക്കും. സ്വതന്ത്രം ചെയ്യുന്നത് ഭയങ്കര അനുഗ്രഹങ്ങൾ ഉണ്ടാവും. സ്വതന്ത്രം ചെയ്യുന്ന വസ്തുക്കൾ ഇല്ലാത്തവർക്ക് വസ്തു ഉണ്ടാവും, വീടില്ലാത്തവർക്ക് വീടുണ്ടാവും. അല്ലെങ്കിൽ അമേരിക്കയിൽ പോവും, ലണ്ടനിൽ പോവും, ലോട്ടറി അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളപ്രവാചകന്മാർ ഹല്ലേലൂയ ഒരുപാട് എഴുന്നേറ്റുണ്ട്. അവിടെ ആൾക്കാർ ഒരുപാട് കൂടും. അവിടെ 1500 പേര് കൂടും, 1000 പേര് കൂടും, 1500 പേര് കൂടും, 2000 പേര് കൂടും, 5000 പേര് കൂടും, 10000 പേര് കൂടും, 20000 പേര് കൂടും. സ്വതന്ത്രം ചെയ്യുന്ന വലിയ പ്രമുഖന്മാരൊക്കെ കള്ളപ്രവാചകന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കുകയാണ്. അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ നാം നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 10,000, 20,000, 30,000 ആൾക്കാർ കൂടുന്നിടത്തൊക്കെ സ്വതന്ത്രം ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ ദൂതുകൾ, സ്വതന്ത്രം ചെയ്യുന്ന കള്ളത്തരങ്ങൾ, വേദപുസ്തകത്തിൽ ഇല്ലാത്തതൊക്കെ സ്വതന്ത്രം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അല്ലെങ്കിൽ പുളകം കൊള്ളിച്ച് അല്ലെങ്കിൽ അവനെ സന്തോഷിപ്പിച്ച് അനേകരെ ആകർഷിച്ചിട്ട് അത് പണം തട്ടാനുള്ള പരിപാടിയാണ്, അത് സമ്പത്തുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിലൊന്നും നമ്മൾ വീണു പോകരുത്. യഥാർത്ഥ ഈ വന്ന കാലത്ത് യഥാർത്ഥ ശുശ്രൂഷകളുള്ളിടത്ത് ആൾക്കാരൊന്നും കൂടുതൽ കാണത്തില്ല. സ്വതന്ത്രം ചെയ്യുന്നു. ആ സഭകളിൽ നിന്നും വലിയ ആൾക്കാർ കാണത്തില്ല. അതുകൊണ്ട് ഈ കള്ളപ്രവചനത്തിലൊന്നും നിങ്ങൾ പെട്ടുപോകാതെ, അല്ലെങ്കിൽ കർത്താവ് യേശു ഇങ്ങനെ ചെയ്തു, കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ ചെയ്തു, ഇങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു എന്ന അല്ലെങ്കിൽ പലതും പറഞ്ഞ് ഈ കള്ളപ്രവാചകന്മാർ നിങ്ങളെ സമീപിക്കും. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ജ്ഞാനമുള്ളവരായിരിക്കണം. ദൈവവചനത്തിൽ ജ്ഞാനമുള്ളവരാരും തെറ്റിപ്പോകത്തില്ല. കാരണം നിങ്ങൾക്കറിയാമോ യഥാർത്ഥ പ്രവചനം എന്താണ്? യേശു ക്രിസ്തു ശമരിയാക്കാരെ സ്ത്രീയെടുത്ത് ചെന്നിട്ട് സ്വതന്ത്രം ചെയ്യുന്ന ഹല്ലേലൂയ അവളോട് സംസാരിച്ചപ്പോ അല്ലെങ്കിൽ എന്താണ് വ്യക്തം? അതാണ് പ്രവചനം. കർത്താവായ യേശു ക്രിസ്തു പ്രവചിച്ചു. എന്താണ് അവൾ ചെയ്യുന്ന അന്യായം? സ്വതന്ത്രം അവളെ അറിയാത്ത ഒരു മനുഷ്യൻ, അവൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നു നിന്നിട്ട് അവളെ കുറിച്ചുള്ള അവളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൾ അന്തം വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അന്തം വിട്ടു കഴിഞ്ഞതിന് ശേഷം അവളോട് പ്രവചിച്ചതിന് ശേഷമാണ് അവൾ തിരിച്ചറിഞ്ഞത് ഹല്ലേലൂയ ഇത് മിശിഹയാണ്, സ്വതന്ത്രം ചെയ്യുന്നത് മിശിഹയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി പറഞ്ഞു ഹല്ലേലൂയ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന മിശിഹയെ ഞാൻ കണ്ടു, സ്വതന്ത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറയാൻ കാരണം അത് യഥാർത്ഥ പ്രവചനമായിരുന്നു.
ഒരു മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് അവന്റെ ഉള്ളിലുള്ള അവന്റെ അടങ്ങിയിരിക്കുന്ന പാപത്തെ കുറിച്ച് വിവേചിച്ച് അത് പുറത്തു കാട്ടി അല്ലെങ്കിൽ പരിജ്ഞാനത്തോടെ പറയുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, പ്രവചനം പരിജ്ഞാനത്തോടെ വേണം ഉപയോഗിക്കുവാൻ. ദൈവം തരുന്ന ആ ഓരോരുത്തരെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയേണ്ടത് പരസ്യമായിട്ട് പറയണം, രഹസ്യമായി പറയേണ്ടത് രഹസ്യമായി പറയണം. സ്വന്തം അങ്ങനെ നോക്കിക്കുക, അവിടെ വെച്ചും അവര് യേശുക്രിസ്തുവിന് ശമരിയക്കാരി സ്ത്രീ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് കർത്താവോട് പറഞ്ഞു. സ്വന്തം എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മളൊരു സഭായോഗത്തിലാണ് ഓരോരുത്തരെ കുറിച്ച് പ്രവചിക്കുന്നത്, പരിജ്ഞാനത്തോടെ പ്രവചിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് രഹസ്യമായിട്ടുള്ളതാണെങ്കിൽ രഹസ്യം പരസ്യമായി, അതാണ് പ്രവചനം. അതുകൊണ്ട് ആരും തെറ്റിക്കരുത്. സ്വന്തം ഒരുപാട് കള്ളപ്രവാചകന്മാര് എഴുന്നേറ്റിട്ടുണ്ട്. അവിടെ 20,000, 3,000, 5,000, 1,000, 500 ഒക്കെ ആൾക്കാർ കാണും. അതൊന്നും കണ്ടത് ആൾക്കാർ കൂടുന്നതിനടുത്തല്ല, മനുഷ്യർ ധാരാളമായി കൂടുന്നിടത്തല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്നത് ഹൃദയവിശുദ്ധിയിലാണ്. അതാണ് ഹൃദയവിശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണുമെന്ന് പറയുന്നത്. ദൈവം ഒരുപാട് ആൾക്കൂട്ടത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദൈവം ഹൃദയവിശുദ്ധിയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. അത് ഓർമ്മയിരിക്കണം. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അതിലെ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഒരു ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ദൂതും ഇല്ല ഇല്ല ഇല്ല. അതൊന്നും നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ദൂത് പറഞ്ഞാൽ, ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ദൂത് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക പോലും ചെയ്യരുത്. അപ്പോഴേ അതിനെ ശാസിച്ച് അതിനെ വേണ്ടാന്ന് വെച്ചേക്കണം. കാരണം ലോകത്തിന്റെ അനുഗ്രഹം പറയുവാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. കാരണം അതൊന്നും ഏറ്റെടുക്കരുത്. അല്ലേലിയ, ദൈവത്തിന്റെ അങ്ങനെ ഒരു കാര്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. സ്വതന്ത്രം എല്ലാം പുതിയ നിയമത്തിൽ കർത്താവ് കഷ്ടതയെ കുറിച്ചാണ് കൂടുതലും വെളിപ്പെടുത്തിയിരിക്കുന്ന. കഷ്ടതയുടെ അവസാനം നിങ്ങൾക്കൊരു സുഖമുണ്ട്, അത് പ്രത്യാശയോടെ നിങ്ങൾ നോക്കിയിരിക്കുന്ന സ്വർഗരാജ്യമാണെന്ന് വ്യക്തമായി യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കള്ളപ്രവാചകന്മാരുടെ അനുഗ്രഹത്തിന്റെ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ദൂതിൽ വീണു പോകരുത്. കാരണം നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ, നിങ്ങൾ വിശ്വസ്തയോടെ കർത്താവിന്റെ അടുത്ത് നിന്നാൽ നിങ്ങൾക്ക് വേണ്ട ദൈവം അപ്പാപ്പ സമയത്ത് തരും. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം വ്യക്തമായി സ്വതന്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മത്തായി എഴുതിയ സുവിശേഷം എനിക്ക് തോന്നുന്നു 10-ാം അധ്യായത്തിലാണ് സ്വതന്ത്രം വ്യക്തമായി ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രം ചെയ്യുന്ന 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. സ്വതന്ത്രം ചെയ്യുന്നു. 6-ാം അധ്യായത്തിന്റെ സ്വതന്ത്രം ചെയ്യുന്നു 31-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി. പേഴ്സണലായിട്ട് ഓരോരുത്തരോടും കർത്താവ് പറഞ്ഞു, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. കാരണം ദൈവമക്കൾ നിങ്ങൾ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. വ്യക്തമാണ്. സ്വന്തം ദൈവമക്കളെ, ലോകത്തിന്റെ ഒരു അനുഗ്രഹത്തെ കുറിച്ചും പുതിയ നിയമത്തിൽ എഴുതാത്തതിന്റെ കാരണം വിശ്വസ്തയോടെ ദൈവത്തിന്റെ വചനവും കൽപ്പനയും അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് ദൈവത്തിനറിയാം. കാരണം എനിക്ക് എന്തൊക്കെ ഈ ലോകത്ത് തരണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് തരും. അതുപോലെ ഓരോ വിശ്വാസ മക്കൾക്കും ദൈവമക്കൾക്കും എന്താണ് വേണ്ടതെന്ന് ദൈവം അറിയുന്നുണ്ട്. അതനുസരിച്ച് തരും. അതല്ലാതെ ഒരു ശകലം പോലും അധികം കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അധികമായി കൊടുക്കുന്നവരുണ്ട്, അല്പമായി കൊടുക്കുന്നവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. കാരണം അധികമായി കൊടുത്ത് തെറ്റിപ്പോകാനും ദൈവം സമ്മതിക്കത്തില്ല. യഥാർത്ഥ മക്കളെ, ഒന്നും കൊടുക്കാതിരുന്നിട്ട് തെറ്റിപ്പോകാനും ദൈവം സമ്മതിക്കില്ല. അധികമായി കൊടുത്തിട്ട് തെറ്റിപ്പോകാനും ഒന്നും കൊടുക്കാതെ തെറ്റിപ്പോകാനും എന്റെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. ഇത് വളരെ ഭാഗ്യമുള്ളതാണ്. ഇത് ആർക്കും കിട്ടാത്തൊരു പദവിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാക്സിമം തെറ്റിച്ചു കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നു, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ദൈവമക്കൾക്ക്
ഒരു കള്ളപ്രവാചകൻ വന്നിട്ട് അനുഗ്രഹത്തിന്റെ ദൂതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞില്ല. കാരണം വിശ്വസ്തതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മക്കൾക്ക് എന്ത് തരണമെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ മക്കളെ പഠിപ്പിക്കണോ? എഞ്ചിനീയർ ആക്കേണ്ട മക്കളെ എഞ്ചിനീയർ ആക്കിക്കും ദൈവം. അതിന് നീ പ്രത്യേകം പ്രാർത്ഥിക്കണ്ട. ഡോക്ടർ ആക്കേണ്ട മക്കളെ ഡോക്ടറാക്കും ദൈവം. അത് പ്രത്യേകം എന്താക്കണമോ അത് ദൈവമാക്കിക്കോളും. യഥാർത്ഥ ദൈവമക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കത്തില്ല. യഥാർത്ഥ ദൈവമക്കൾ സ്വന്തം ഒരിക്കലും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. യഥാർത്ഥ മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയോടെ നടത്തി അവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകണം. അവർ ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കൊന്നും പെട്ടുപോകാതെ അവർ യഥാർത്ഥമായി ദൈവമക്കളായി അവരെ വളർത്തണമെന്നേ യഥാർത്ഥ ഒരു ഭക്തൻ പ്രാർത്ഥിക്കൂ. അതേ പ്രാർത്ഥിക്കാവൂ. അല്ല, യഥാർത്ഥ ഒരു ഭക്തൻ അങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാതെ അതിനെ എന്റെ കുഞ്ഞിനെ എഞ്ചിനീയർ ആക്കണം, എന്റെ കുഞ്ഞിനെ ഡോക്ടർ ആക്കണം, എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവൻ സമ്പാദിക്കണം, അവനൊരു വീട് വേണം, അവനൊരു വസ്തു വേണം എന്നൊന്നും ആരും പ്രാർത്ഥിക്കരുത് എന്റെ ദൈവമക്കളെ. സ്വത്ര തെറ്റാണ്. അതിൽ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, ഞങ്ങൾ പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന എവിടേക്കാണ്? സ്വർഗരാജ്യത്തേക്കാണ്. ആ സ്വർഗരാജ്യത്തിൽ പോകുവാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഒരുക്കണമേ. നരകത്തിൽ ഒരിക്കലും ഞങ്ങളെ കൊണ്ടുപോകരുത്. ആ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കളഞ്ഞ് ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കണമേ, സ്വർഗരാജ്യത്തിൽ എത്തിക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥന മാത്രമേ ഒരു ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ കാണാവൂ. ബാക്കി ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടുന്നതാണ്. ഈ മത്തായി സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 31-ാം വാക്യമാകിയാൽ നാം എന്തു തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നതുമല്ലോ. അതുകൊണ്ട് എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ദൈവമക്കളെ, അതുകൊണ്ട് നീ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ, ലോകത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നത് ചിന്തിക്കാതെ, അതൊക്കെ എപ്പോ വേണമെന്ന് ദൈവത്തിന് അറിയാം. ആ സമയത്ത് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നീ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം അവന്റെ രാജ്യം, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. സുവിശേഷം എല്ലാവരും പറയണം. കാരണം കർത്താവ് യേശുക്രിസ്തുവിനോട് അല്ലാതെ രക്ഷയില്ല എന്ന സുവിശേഷം. അതാണ് എന്റെ രാജ്യവും നീതിയോടെ നിന്നുകൊണ്ട്, സത്യസന്ധതയോടെ നിന്നുകൊണ്ട്, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം. അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ജോലി. അതാണ് എന്റെ രാജ്യവും നീതി നിങ്ങൾ അന്വേഷിപ്പീൻ. ആ സമയത്ത് നിങ്ങൾക്ക് അതൊക്കെയും ഈ ഭൂമിയിൽ എന്തൊക്കെ വേണോ, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ വേണോ അതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകയും സ്വതന്ത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ. എന്നാൽ അവസാനത്ത് അനേകരെ എന്നുവെച്ചാൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഈ ലോകത്ത് അധർമ്മം പെരുകുന്നത് കൊണ്ട് തമ്മിലുള്ള സ്നേഹം ഹല്ലേലൂയ തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കണ്ടോ, ദൈവമക്കളെ, ഈ കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും ബാധയുടെ നടുവിലും വിഷയത്തിന്റെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും പട്ടിയുടെ നടുവിലും അല്ലെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് അല്ലെ വിശുദ്ധിയോടെ നിൽക്കുന്നവൻ എന്തോയും അവസാനം വരെയും പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. സ്തോത്രം. എപ്പോൾ അവസാനിക്കുന്ന ഒരു സൂചന ഹല്ലേലൂയ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം ചെയ്യുന്നു. അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം എന്ന് വെച്ചാൽ ഈ സുവിശേഷം ദൈവം ഒരു അടയാളം തന്നിരിക്കുകയാണ്. എപ്പോൾ കർത്താവ് വരാൻ ചാൻസ് ഉണ്ട്. അതാ സ്വന്തം രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ലോകത്തിൽ അങ്ങേയറ്റത്തുള്ള ഇനി കേൾക്കാത്തൊരു സൃഷ്ടി, അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ താമസിക്കുന്നതെങ്കിൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്നെങ്കിൽ ഈ തിരുവനന്തപുരത്ത് അപ്പുറത്തെ സ്ഥലത്തുള്ള ഒരാളാണ് ഇനി സുവിശേഷം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പോലും അറിയത്തില്ല. കാരണം ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഏത് വ്യക്തി സുവിശേഷം ഇനി കേൾക്കാനുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. സ്വന്തം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ഭൂലോകത്തിലൊക്കെയും ഇത് പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഹല്ലേലൂയ അവസാനത്തെ വ്യക്തി വരെ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ
എന്റെ കർത്താവ് വരും നമ്മളെ ചേർക്കുവാനെന്ന് ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ സ്തോത്രം എഴുതിയിരിക്കുന്നു. ഒരു വചനം വായിച്ചിട്ട് ഞാൻ നിർത്തുന്നു. അതിന്റെ 24-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരെ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കണ്ടോ? സ്തോത്രം ചെയ്യുന്നു. കള്ളക്രിസ്തുക്കളും അല്ലേലൂയ അതിന്റെ 24-ാമത്തെ 24-ാം അധ്യായത്തിന്റെ 24 എഴുതിയിരിക്കുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? വിശുദ്ധന്മാരെ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരെയും അവർ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ദൈവവചനത്തിന് വിപരീതമായി ഉള്ള വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ രോഗി സൗഖ്യപ്പെടും. ഹല്ലേലൂയ. അവൻ കള്ളപ്രവചനം പ്രവചിക്കും, പല അത്ഭുതങ്ങൾ കാണിക്കും. സ്തോത്രം. പണ്ട് മോശ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം മോശയുടെ വടി പാമ്പായപ്പോഴും ഹല്ലേലൂയ മന്ത്രവാദികൾ എന്ത് ചെയ്തു? അവന്മാരുടെ കയ്യിലിരിക്കുന്ന വടിയും പാമ്പാക്കി. സ്തോത്രം ചെയ്തു. പക്ഷെ അവിടെ ഒരു അത്ഭുതം വേറെ നടന്നു. അവന്മാരുടെ പാമ്പിന് കഴിയാത്തത് മോശ ഉണ്ടാക്കിയ പാമ്പിനെ സ്വത്രം ഹല്ലേലൂയ മോശയാൽ ദൈവം മോശയാൽ ഉണ്ടാക്കിയ പാമ്പ് എന്ത് ചെയ്തു? അവസാനം മന്ത്രവാദികൾ ഉണ്ടാക്കിയ പാമ്പിനെ വിഴുങ്ങി കളഞ്ഞു. സ്വത്രം. എന്താണ് അതിന്റെ അർത്ഥം? എപ്പോഴും വിജയമാർക്കാണ് അവസാനം വരെ സഹിച്ച് ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്ന ദൈവമക്കൾക്കാണ് അവസാനം വിജയം. അല്ലെങ്കിൽ പിശാച് നമ്മളെ ജയിക്കുകയില്ല. സ്വതന്ത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ സൂക്ഷിച്ചോണം. പല അവന്മാരും പല കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി 10,000, 20,000, 5,000 ഒക്കെ വെച്ച ആൾക്കാരെ വെച്ചിട്ട് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കും. കള്ളപ്രവചനം വധിക്കും. അല്ലെ അവന്മാർ നമ്മളെ തെറ്റിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണിക്കും. ഓർത്തുകൊള്ളുവീൻ. സ്വതന്ത്രം. കർത്താവ് പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ. സ്വതന്ത്രം ചെയ്യുന്നു. അല്ലെ ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ മുമ്പ് കൂട്ടി കർത്താവ് നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവമക്കൾ ആരും തെറ്റിപ്പോരുത്. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ആരും തെറ്റിപ്പോരുത്. സ്വത്രം. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് പ്രധാനം. സ്വത്രം ചെയ്യുന്നു. വചനമാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്. വചനമാണ് പിശാചിനെ പുറത്താക്കുന്നത്. നമ്മുടെ വായിൽ കൂടെ വരുന്ന യഥാർത്ഥ വചനമാണ് പിശാചിനെ പുറത്താക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്. പ്രവചിക്കുന്നെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തെറ്റരുത്. ആകയാൽ നിങ്ങളോട് അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. അല്ലെ യേശു മരുഭൂമിയിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. സ്വത്രം. അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ഹല്ലേലൂയ. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് യേശു അവിടെ വന്നു. യേശു ഇപ്പൊ വരും. യേശു നാളെ വരും. ഇപ്പൊ വരും. മറ്റന്നാൾ വരും. ഇത്ര ദിവസത്തിനുള്ളിൽ വരും. ഇത്ര സമയത്തിൽ പലതും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് കേട്ട് വിശ്വസിക്കരുത്. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. എന്നിട്ട് പറഞ്ഞു, ശവമുള്ളിടത്തെ കഴുക്കൽ കൂടൂ. സ്വതന്ത്രം ചെയ്യുന്നു. അപ്പം ശവമുള്ളിടത്തെ കഴുകന്മാർ വരൂ. സ്വതന്ത്രം. അതുകൊണ്ട് ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സ്വതന്ത്രം അതിലെ കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അതുകൊണ്ട് ദൈവമക്കൾ ചെയ്യേണ്ടത് ഒരുങ്ങിയിരിക്കുക. എങ്ങനെയാണ്? വചനം നല്ലതുപോലെ വായിക്കുക. സ്വതന്ത്രം. വചനം വായിച്ച് നിങ്ങൾ ഗ്രഹിച്ചാൽ ഒരിക്കലും നിങ്ങളെ ആർക്കും തെറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വേദപുസ്തകം നിരന്തരം ഹല്ലേലൂയ വായിച്ച് അതിനെ ധ്യാനിച്ച് മനസ്സിലാവാത്ത ദൈവത്തോട് യോജിച്ചിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ഇരിപ്പാൻ ശ്രമിക്കുകയും അങ്ങനെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു കള്ളപ്രവാചകന്മാർക്കും ഒരു കള്ളക്രിസ്തുക്കൾക്കും നിങ്ങളെ തെറ്റിക്കുവാൻ, പിശാചിനും നിങ്ങളെ തെറ്റിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് വരാൻ സമയമായി. എല്ലാവരും ഒരുങ്ങിയിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നില്ലേ ദൈവത്തെ. സ്തോത്രം.